ഹലോ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ബ്ലൂവിൽ പിടിച്ചിരിക്കുകയാണ് അല്ലേ. ഇത് ഫാബിൻ്റെ നിന്ന് വാങ്ങിച്ച ഒരു സാരിയാണ്, പഴയതാണ്, കുറേ വർഷങ്ങളായി. എൻ്റെ സാരീസിനൊക്കെ ഉള്ളൊരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഐ ബൈ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാറുണ്ട്, പറ്റുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. അപ്പം എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കണം. ഇതൊരു 10 ഇയർ ആയിട്ടുണ്ടാവും. നോക്കൂ, അതിന് ഒരു കുഴപ്പമില്ല, ബിക്കോസ് സൂക്ഷിക്കുന്നതിൻ്റെയാണ്. ഞാൻ അധികവും റഫ്യൂസിന് ആർക്കും എൻ്റെ സാരി അങ്ങനെ റഫ്യൂസിന് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എൻ്റെ അമ്മ കുറച്ച് റഫ്യൂസ് ടൈപ്പായിരുന്നേ. അപ്പോൾ എനിക്ക് അമ്മ കൊടുക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെയാണ്. അമ്മ അത് കളയല്ലേ എന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയുടെ പുറകെ നടന്ന് നടക്കുമ്പോൾ അമ്മ പറയും, ഷൂ ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയല്ലോ, കോച്ചിൻ്റെ സാരി എടുത്തു കൊടുത്ത് അവിടെ ഇരിക്കല്ലേ എവിടെ ഇരിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഐ വാല്യൂ തിങ്സ് കേട്ടോ. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഐ വാല്യൂ എ ലോട്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഒരു ഒരു ട്രിക്കി തിങ് ആണ്. സി, എൻ്റെ ബ്ലൗസസൊക്കെ ഞാൻ തയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പാരീസിലാണ്. ചില സമയം മിക്കവാറും തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് വരും, ഇറ്റ്സ് ഓക്കെ. ചില സമയങ്ങളിൽ എന്താണെന്നറിയോ, ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടാവും ഒരു ഇത്തിരിയൊക്കെ. അപ്പം നമ്മൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് ഇടുമ്പോൾ സംടൈംസ് നമ്മുടെ ബ്രാ ജട്ട് ചെയ്യും, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ ഇതൊക്കെ ആകാതെ വരും, ചിലപ്പോൾ അറിയണ്ടാവില്ല. അത് ഓക്കെ, ഇറ്റ്സ് ഓൺലി എൻ ഇന്നർ വെയർ. അതിനകത്ത് ഒരു എന്താ പറയണേ, ഒരു മോശമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല അത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോഴോ എപ്പോഴെങ്കിലും എല്ലാവരും അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂക്കുത്തിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ചൂണ്ടിക്കാണിക്കും, ചേച്ചി അത് കാണുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ആണുങ്ങൾ പുരുഷന്മാരുടെ വെസ്റ്റ്, അതായത് ബനിയൻ, അത് ഇത്തിരി കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ടോ? എന്താണ് എല്ലാം നമ്മളിങ്ങനെ ഈ സെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണുന്നത്? അതൊരു തെറ്റല്ലേ? സെക്സ് ഇൻ ദ സെൻസ് ജെൻഡർ സെക്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്താ ചിലയിടത്ത് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീനെ മാത്രമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫോംസിലൊക്കെ സെക്സ് എന്ന് എഴുതുമ്പോൾ ഫീമെയിൽ ഓർ മെയിൽ എന്നുള്ളതല്ലേ പൂരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം അതർ ജെൻഡേഴ്സ് ഉണ്ട്, മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു ഐദർ ബി നോൺ ആസ് വുമൻ ഓർ മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതർ തേർഡ് ജെൻഡേഴ്സൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ബ്രായുടെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടുമ്പോഴേക്കും വൈ ദേ ആർ ഫൈൻഡിങ് ഇറ്റ് സോ വെരി എന്താ പറയുക, അത് ഇത്ര മോശം ബിഹേവിയറാണ്. സംടൈംസ് അതങ്ങനെ സംഭവിച്ചു പോകുന്നതല്ലേ. ഇതൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം താഴത്തെ അണ്ടർവെയറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഡിസ്ഗസ്റ്റിങ് അങ്ങനെ പറയും ആൾക്കാർ എന്ന് വയ്ക്കാം, പോട്ടെ. ഇതും അങ്ങനെ തന്നെ കാണുന്നത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം, മരുദാണി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് ഇപ്പം, നമ്മുടെ റാണി മുഖർജിയുടെ പാർട്ട് 3 ആയിട്ടും. കണ്ടില്ല, അതിൻ്റെ ട്രെയിലറിൽ അവർ പറയുന്നതാണ്, സ്ത്രീകൾ മാത്രം എന്താണ് എല്ലാം ശ്രദ്ധിക്കണം. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ആ സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഈ പുരുഷന്മാരുണ്ടല്ലോ, അവർ ജോലി ചെയ്ത് തളർന്ന് വരുമ്പോഴേക്കും, അപ്പം മദർ ഇൻ ലോ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മ തന്നെയാണെങ്കിലും, അയ്യോ അവർ ജോലി ചെയ്ത് വരണല്ലേ, അവർക്ക് നമ്മൾ പ്രയാസങ്ങളൊന്നും കൊടുക്കരുത്. ഇതേ സ്ത്രീ ടീച്ചറായിട്ടും ബാങ്കിലും ഡോക്ടറായിട്ടും വക്കീലായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് വരുന്നവരായിരിക്കും. പക്ഷെ അവർ വേണം കിച്ചണിൽ കയറാനായിട്ട്, ഇല്ലേ? എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് മടിയുണ്ടായിട്ടല്ല കേട്ടോ ഞാൻ പറയണേ. എനിക്കും അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്കും തോന്നാറുണ്ട്, എന്താണത്, അതൊരു സ്ത്രീയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ എന്ന്. ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ വീട്ടിൽ അടുക്കള കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അരവിന്ദിൻ്റെ വീട്ടിലെ അടുക്കള കൺട്രോൾ ചെയ്യണത് അരവിന്ദിൻ്റെ അമ്മയാണ്. സോ ഐ മീൻ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവരാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു 2 വീക്സിന് മാക്സിമം 3 വീക്സിനൊക്കെ ചെല്ലുന്ന ആൾക്കാരല്ലേ. സോ നമുക്കതിൻ്റെ ഇടയിൽ കയറിയിട്ടൊരു പ്രവർത്തനം ഉണ്ടാക്കാനോ പാരലായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ആ വീട്ടിലെ സ്ത്രീ എത്ര വയസ്സായതാണെങ്കിലും 80 ആണെങ്കിലും 90 ആണെങ്കിലും അവരാണ് കൺട്രോൾ ചെയ്യേണ്ടത്. കൺട്രോൾ ഇൻ ദ സെൻസ് അവരാണ് റെസ്പോൺസിബിലിറ്റിയും എടുക്കേണ്ടതെന്നുള്ളൊരു തോന്നലാണ്. കഴിഞ്ഞ ഇതിൽ ഞാനിങ്ങനെ ആലോചിക്കണ്ടായി, ഇപ്പോൾ അവിടുത്തെ ഇപ്പം നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ, നമ്മൾ വെറുതെ വാങ്ങിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം അമ്മച്ചിയുടെ അടുത്താണെങ്കിൽ അത് ഓവറായിപ്പോവും. ലൈക്ക് അവിടെ ഉണ്ടാവും ഒരാൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇത് കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. അമ്മയുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ അവരുടേതായ രീതിയിലുള്ള ഒരു
കുക്കിംഗ് പാറ്റേണും സ്റ്റൈലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചെല്ലുന്ന എനിക്ക് അവിടെ ഒരു ഒരു എന്താ പറയുക, ഒരു ഫോമൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായി വരികയാണ്. നമ്മളത് ചെയ്യാമോ, നമ്മളത് ചെയ്യണ്ടയോ, എന്നാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സോ ഇതൊന്നും അവിടെ ഒരു മാറ്റർ ആകുന്നുമില്ല. ലൈക്ക് മീ കേട്ടോ, ആസ് എ മകൾ അല്ലെങ്കിൽ ആസ് എ ഡോട്ടർ ഇൻ ലോ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പുറത്ത് താമസിച്ചിട്ട്, പ്രവാസിയായിട്ട് താമസിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ഗസ്റ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴുള്ളൊരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആ 10 ദിവസം കൊണ്ട് എൻ്റെ എൻറ്റയർ മെറ്റബോളിസം തകരാറിലാവും. എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാലും അതിനെ ഒരു പിടിയിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഞാൻ ഹൈലി അനീമിക്. എന്തോ ഇപ്പം ഞാൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പാൽപിറ്റേഷനുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പോയില്ല. ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയി, എനിക്ക് പറ്റുന്നില്ല, തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പം ബിക്കോസ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക്, അത് നമ്മുടെ സ്വന്തം വീടാണെങ്കിലും മദർ ഇൻ ലോ ഇരിക്കുന്നിടത്താണെങ്കിലും ഈ സ്ത്രീകളാണ് എല്ലായിടത്തും അഡാപ്റ്റബിൾ ആകേണ്ടതും പിന്നെ അവരുടെ സുഖങ്ങളെ ബലി കൊടുക്കേണ്ടതും. പണ്ട് ഇത് വളരെ പണ്ട് നോക്കി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, കിടക്കാൻ പോലും എല്ലാ ഗസ്റ്റുകളും കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആസ് എ മകൾ, കുട്ടി, പെൺകുട്ടി, നമ്മൾ വേണം പായം ചുട്ടിക്കൊണ്ട് വേറെ വല്ലയിടത്തും പോയി കിടക്കാൻ. നമ്മുടെ ബെഡിലായിരിക്കും എല്ലാവർക്കും, എന്താ നമ്മൾ കിടക്കുന്നിടത്തായിരിക്കും വരുന്നവരൊക്കെ, ഇപ്പോൾ ആൻറ്റിമാരൊക്കെ വന്നാലും അതായിരിക്കും, അവരവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴും, ഞാനെപ്പോഴും കസിൻസൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പായിട്ട് കിടക്കേണ്ടിയുള്ള ഗതികേട് വന്നത്, അതൊരു ഗതികേട് തന്നെയാണ് ആ സമയത്ത്. പിന്നെ അതൊക്കെ നമുക്കൊരു രസമാണ് കേട്ടോ, ആ സമയത്ത് രസമാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊരു അവലോകനത്തിൻ്റെ രീതിയിൽ വരുമ്പോൾ പെൺകുട്ടികൾ തന്നെയല്ലേ. പിന്നെ ആൺകുട്ടികൾക്ക് അപ്പോൾ പറയും, ആൺകുട്ടികൾക്ക് എന്താ വേറെ വേറെ ഉണ്ടോ? അവർക്ക് വേറെ വേറെ ഉണ്ടായിട്ടല്ല, അവരുടെ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നതിന് അഡാപ്റ്റബിൾ ആവും. നമ്മുടെയാണ് ഈ പീരിയഡ്സ് ഉള്ളതും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് അടിയിലത്തെ വസ്ത്രങ്ങൾ കഴുകിയിടണം അല്ലേ, അത് കാണുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകിയിട്ടേക്കുന്നത് കാണുമ്പോൾ മാത്രം അയ്യോ കാണിക്കാതെ ഇട്, ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അന്നൊക്കെ കുറേ നാളുകളൊക്കെ ഞാനൊക്കെ പീരിയഡ്സൊക്കെ വരുമ്പോൾ അന്നൊന്നും കെയർഫ്രീ ഒന്നും അത്ര ലഭ്യവുമല്ല. അമ്മ എത്ര അങ്ങോട്ട് അതൊന്നും വാങ്ങിച്ച് തന്നിട്ടുമില്ല കേട്ടോ. അമ്മയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എവറിത്തിങ് ഷുഡ് ബി നാച്ചുറൽ. സോ അത് വാഷ് ചെയ്തെടുക്കൂ. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കറ പിടിച്ച തുണികൾ വാഷ് ചെയ്ത്, അത് പോവുകയുമില്ലല്ലോ, കഴുകുന്നില്ല, ശരിക്കും കഴുകുന്നില്ല. ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ടോർച്ചറായിരുന്നു സുഹൃത്തുക്കളെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇതിട്ട് കഴുകി 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 കാരമൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആലോചിക്കുകയാണ്, കാരമൊക്കെ ഇട്ട് അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കഴുകിയാലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ക്രക്സ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, സമൂഹം മാറും എന്ന് ചിന്തിച്ച് നമ്മൾ സ്ത്രീകൾ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഓരോ സ്ത്രീയും അവർക്ക് മുഖ്യത്വം കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ പറയും ഇതെന്താ മറ്റുള്ളവരുടെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് മതി, അത് മോനെ അമ്മ കഴിച്ചോളാം ഇങ്ങോട്ട് തന്നേരും. നെവർ ഡു ദാറ്റ്. നിങ്ങൾ എച്ചിൽ തിന്നരുത്. അത് ഒന്നും ഉണ്ടായിട്ടില്ല, അത് നിങ്ങൾ കളയണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും. അരവിന്ദൊക്കെ ഇങ്ങനെയല്ലേ, ഫിഷൊക്കെ ഇങ്ങനെ ഫിഷ് കഴിക്കാത്തവർ ക്ഷമിക്കുക കേട്ടോ. വളരെ ഷാബിയായിട്ട് ഷീ വോണ്ട് യൂസ് ദ ഹെഡ് പാർട്ട്, അതെല്ലാം എടുത്തങ്ങ് മാറ്റി വെക്കും. അങ്ങനെ നല്ലത് മാത്രം എടുക്കും. അത് കഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഞാൻ കഴിക്കാറില്ല കേട്ടോ, അതെൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഞാൻ ഇത് നിർത്തി പരിപാടി. എൻ്റെ മകൾക്ക് പിന്നെയും കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയാം, മകളുടെ ആണെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ മോള് പിന്നെയും എടുത്ത് ഞാൻ പറയും ഡോണ്ട് ഈറ്റ് ദാറ്റ്. അവർക്ക് വേണ്ടാന്നുള്ളത് അവർ കളഞ്ഞോട്ടെ. യു ഡോണ്ട് ഹാവ് ടു ബി ദ എന്താ പറയുക, നിങ്ങളുടെ വയറെന്താ ഗാർബേജ് ആണോ ഇങ്ങനെ അവർ കളയുന്നതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട്? കുറേ കാര്യങ്ങൾ എനിക്ക് ഇന്ന് ആ ഒരു ട്രെയിലർ പോലെ വന്നതാണ്. റാണി മുഖർജി ഈസ് സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് വിമൻ, വർക്കിംഗ് വിമൻ. അപ്പോൾ ഈ സ്ത്രീകൾ രാത്രി പോയിട്ട് ജോലി ചെയ്ത് വരുന്ന സ്ത്രീകളുണ്ട്, അവരെ ഒരുമാതിരി, അതായത് നേഴ്സസ്, ഡോക്ടേഴ്സ്, പിന്നെ ചില IT വിദഗ്ധർ, അവരൊക്കെ രാത്രി പോയിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരല്ലേ. അവർ തിരിച്ച് വന്നു കഴിയുമ്പം ഇവക്കൊക്കെ എന്തോ വന്നാൽ രാത്രി പണി, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ വരും അത്ര. എനിക്ക് അങ്ങനത്തെ വക്കീൽ പണി ആയതുകൊണ്ട് അതൊന്നും വന്നിട്ടില്ല. പക്ഷേ
അങ്ങനെ വരുന്ന ഇതുണ്ട്. ഇപ്പോൾ പോലീസുകാർ അവരൊക്കെ രാത്രി പോകേണ്ടി വരുമല്ലോ. സോ വെൻ ദേ കം ബാക്ക് അവരുടെ വീട്ടിലുള്ള എക്സ്റ്റെൻഡഡ് സിസ്റ്റമിന് ഇങ്ങനത്തെ കുത്തുവാക്കുകളാണ് കേൾക്കുക. സ്ത്രീകൾ തന്നെയാണ് പറയുക. ഈ അടുത്ത് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായി, നിങ്ങൾ കേട്ടോ? കുറച്ച് ജീവിതം പറയുന്നു ഭാഗ്യലക്ഷ്മി എന്നോ എന്തോ പറഞ്ഞിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചിയെ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഇവർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ഡബ്ബിംഗ് ഒന്നും എന്താണെന്നും അറിയാത്ത ഒരു സമൂഹം ഉണ്ടെന്ന്. സിനിമ തന്നെ ഭക്തകുചേലയൊക്കെ കണ്ട ആൾക്കാരൊക്കെ ആയിരിക്കും ചേച്ചിയുടെയൊക്കെ റിലേറ്റീവ്, ഐ മീൻ എന്താ പറയുക, ഇൻലോസൊക്കെ. അപ്പോൾ സോ ദേ ജസ്റ്റ് ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അവർക്കിപ്പോൾ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാർക്ക് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീനെ അവർ എന്ത് വിചാരിച്ചു കാണുമോ അല്ലേ, രാത്രിയൊക്കെ ജോലിക്ക് പോകണു, ഇതെന്താ ഇത് അങ്ങനെ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ അങ്ങനെയൊന്നും സഹിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഐ ഫീൽ വെൻ ഐ എം ഗോയിങ് ഔട്ട് ഞാൻ ഒത്തിരി പേരോട് ആൻസറബിൾ ആകുന്ന പോലെ. എപ്പോൾ വരും, എത്ര മണിക്ക് വരും, എവിടെ എത്തി, എന്തിനാ അവിടെ ഇരിക്കുന്നത്, ഇപ്പോഴും എൻ്റെ അമ്മയെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, ആകെ അങ്ങനെ ചോദിക്കാനായിട്ട് അച്ഛനും അമ്മയും ഉള്ളത് നല്ലതല്ലേ എന്ന്. ഓഫ് കോഴ്സ് അച്ഛനും അമ്മയുടെയും സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ് തന്നെയാണ്. അവരുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ ഇത് ഒരു ഇമോഷണൽ സ്പേസ് നമുക്കില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതാണ്. അല്ലാതെ അവരങ്ങനെ ചോദിച്ചു അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. ചോദിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ദേ ആർ ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് ബിക്കോസ് ഞാനൊരു 7:30-8 മണിക്ക് ഒരു പള്ളിയിൽ പോയിട്ട് ശരി അവിടെ വെച്ച് 8 മണിയായിട്ടുള്ളൂ. അതൊക്കെ എനിക്കൊരു കടന്നുകയറ്റമായിട്ട് തോന്നുകയാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ. അത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരിക്കില്ല, സേഫ്റ്റി കൺസേൺസ് എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ എൻ്റെ മകളെ പറയാറുണ്ട്. പക്ഷേ അത് അവരുടെ ആ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറിയത് തന്നെയാണ്. അതേസമയം എൻ്റെ ബ്രദർ എവിടെ പോയി, എത്ര നേരം ഇരുന്നു, നോബഡി ഈസ് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. അവന് ഒരു 2 മണിക്കൊക്കെ വീട്ടിൽ വന്നില്ലെങ്കിൽ മാത്രം എന്തോ ആയി എന്നൊന്ന് അന്വേഷിക്കും എന്നല്ലാതെ നോബഡി ഈസ് കൺസേൺഡ് അവൻ 8 മണിക്ക് 9 മണിക്കൊക്കെ എവിടെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ കാര്യം പറയണം കേട്ടോ, ഞാൻ ചെറുപ്പത്തിലെ കാര്യമൊന്നുമല്ല, ഈ 50 വയസ്സുകളിലാണ് പറയണം. സോ ഒരുപാട് സ്ത്രീകൾ അപ്പം ഞാൻ കയർക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരണേ, നല്ലത് വിചാരിച്ച് ചോദിച്ചാലും അങ്ങനെ കുഴപ്പം. അപ്പം ഹൂ ആം ഐ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. എനിക്ക് എന്നെ തന്നെ നോക്കാൻ അറിയില്ലേ, എൻ്റെ നന്മ എന്താണെന്ന് എനിക്കറിയില്ലേ അല്ലേ? ഇപ്പം സ്ത്രീ എന്ന് പറയുന്ന ആ ആൾക്ക് കിച്ചൻ്റെ ചുമതലയാണെങ്കിൽ എല്ലാവരും കഴിച്ചോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല എന്നിൽ നിക്ഷിപ്തമാണ്. മനസ്സിലായ? അതേസമയം എനിക്കൊന്ന് പുറത്ത് പോയിട്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ഈറ്റ് സംതിങ് എൽസ്, ഞാനത് പുറത്ത് പോയി വാങ്ങിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് അംഗീകരിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ഇത് പോയിന്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ബിക്കോസ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെയോ ഭാഗമായിട്ടൊന്നും അല്ല ഞാനിത് പറയണത്. ഇതൊന്നും അല്ല ഫെമിനിസം എന്ന് പറയുന്നത്, ഇതൊന്നും അല്ല. അതേപോലെ തന്നെ ഈ ബ്രാ മാത്രം ഇട്ടുകൊണ്ട് നടന്ന് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഇതിനോടും എനിക്ക് യോജിപ്പില്ല. അതൊരു ഫെമിനിസം അല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീക്കാണോ നമ്മൾ സിറ്റിംഗ് ഇൻ എ ഡയസെങ്കിൽ ഇത് പുറത്തോട്ട് വരണ്ടോ എന്നുള്ള ശ്രദ്ധ എനിക്ക് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന പുരുഷനായിട്ടുള്ള അതർ വക്കീലുമാരുണ്ടെങ്കിൽ അവർക്ക് അതിലുണ്ടാവില്ല. ദേ വിൽ നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദെയർ എന്തെങ്കിലും ഒന്നിങ്ങനെ കാണണ്ടോ എന്നുള്ളത്. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് സമൂഹം മാറേണ്ടതല്ല. അതിപ്പോൾ കണ്ടു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അവർ മാറ്റിയിട്ടോളൂ. കാണുന്നുണ്ട് കേട്ടോ, അത് അകത്തോട്ടിട് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, അങ്ങനെ വിചാരിച്ചാൽ എന്താ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ഡിലമ്മ അത് ഞാൻ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ആ വേർഡന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡയലമ്മ എന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, നോ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേർഡ് എന്ന് താഴെ ഇങ്ങനെ പറയണ്ടേ. അത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഡിലമ്മ എന്ന് പറഞ്ഞാൽ അത് പല സ്ഥലത്തും പല എന്താ പറയുക ഇൻഫ്ലുവൻസസ് കാരണേ, മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസസ് കാരണം പല രീതിയിലായിരിക്കും പറയുക. സ്പാനിഷുകാർ വേറെ രീതിയിലായിരിക്കും പറയുക, ഇവിടുത്തെ റബ്സ് പറയുമ്പം വേറെ രീതിയിലാണ് പറയുക. അതൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒക്കെ ടോപ്പിക്ക് പോയി. അപ്പം ഞാനത് അങ്ങനത്തെ ഒരു ഡിലമ്മയിലാണ് ഇരിക്കുന്നത്. വൈ ദ ഡിലമ്മ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം തന്നെ അങ്ങോട്ട് മാറുമൊന്നുമില്ല. സമൂഹം എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളും ഞാനും ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ട് മാറാൻ ശ്രമിക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ കുത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി 2 കുത്തിയിട്ടില്ലേ? ഞാൻ 2 അല്ല 3 കുത്തിയിട്ടുണ്ട്. കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അയ്യോ ഷെയ്ക്കാവുന്നു എൻ്റെ ഫോണുണ്ടല്ലോ,
ഇപ്പം ഇപ്പോഴാണ് ചാർജ് ചെയ്തേക്കാണ് അവരെന്തോ രണ്ടാമതാക്കിയിട്ട് ഇങ്ങനെ എന്താ അതിന് പറയണത് iOS ഇതുണ്ട് അതിൻ്റെ 3 ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ പോലെ തോന്നണതാ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. നേരത്തെ ഞാനത് 2 ഇത് ഒരെണ്ണം പിന്നെ ഇവിടെ ഒരു കല്ലുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണം അങ്ങനെ 3 കുത്തിയിട്ടുണ്ട് കേട്ടോ. കുത്തണം എന്നുള്ളൊരു തോന്നിക്കോളൂ. എൻ്റെ ഒരു ചില സമയത്ത് എൻ്റെ വട്ടുകളുടെ ഭാഗമാണ് ഇതൊക്കെ. എനിക്കൊരു കുറച്ച് ഫ്രണ്ട്സ് കൂടി തന്നതാ ആ ഒരു മൂക്കുത്തിയെ. അപ്പോൾ ചെറുതായതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കളഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടെ കുത്തി ഇവിടെ ഇട്ടതാണ്. ഇത് എപ്പോഴും മാറ്റാനും പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കമ്മലിട്ടേക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇവിടെ നിന്ന് ഈ ശങ്കിരി കാണുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞ് തോന്നുകയാണ് ഇവിടെ കുത്തണം എന്ന് തോന്നുന്നത്. അതെന്താ ചേച്ചി ഫാഷനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല ചേച്ചിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടതാണോ എന്ന് ഒരുത്തൻ ചോദിക്കണ്ടായിരുന്നു. അതൊന്നും അല്ല, എനിക്ക് അപ്പം തോന്നി കുറേ പേര് കുത്തുന്നുണ്ടല്ലോ, നമുക്കും കുത്തിയാൽ എന്താണെന്ന് ഓർത്ത് 2 കുത്തി നോക്കി. ലുക്സ് നൈസ്, എൻ്റെ ഒരു സാരി ഗെറ്റപ്പിനൊക്കെ ഇത് ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് വെച്ചു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ ഇനി ഇവിടെ കുത്താൻ തോന്നിയാൽ ഞാൻ ഇവിടെയും കുത്തും. ദാറ്റ്സ് മീ. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഇടയിൽ വന്ന് എന്നോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചു കേട്ടോ. ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചേച്ചിയുടെ ടോക്സ്, തുറന്നു പറച്ചിൽ ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത്. നോക്ക്, മറ്റുള്ളവർ നമ്മളെ ചെയ്തത് പറയാനുള്ള അധികാരം നമുക്കുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇല്ലയെന്ന് വിചാരിക്കരുത്. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളെ ആരും ചീത്ത കുട്ടിയാണ്, അയ്യോ ഇവരെന്തൊരു സാധനമാണ്, അഹങ്കാരിയാണ് അവർ, അങ്ങനെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വലിച്ചിടാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും കാര്യം അത് സ്വന്തം അച്ഛനമ്മമാരാണെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിച്ചോളൂ. അവരെ അപമാനിക്കണമെന്നല്ല ഞാൻ പറയേണ്ടത്. എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട, എനിക്കിഷ്ടമല്ല. എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ പറയും ദോഷമല്ലേന്ന്. എന്ത് ദോഷമാണ്? നമുക്ക് എന്ത് ദോഷമാണ്? നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയി അവരുടെ സമാധാനം കെടുത്താനുള്ള ഒന്നും ചെയ്യാതിരിക്കുന്ന പക്ഷത്തിൽ ഇതിൽ എന്ത് ദോഷമാണുള്ളത്? നിങ്ങൾ നിങ്ങളുടേതായ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ നെസ്റ്റിനകത്ത് നിങ്ങളുടെ കൂടിനകത്ത് നിങ്ങൾ സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ശരി, നമുക്ക് ഇനിയും പല ടോപ്പിക്സുമായിട്ട് വരാം, കാണാം. പ്രോജക്റ്റിനെ പറ്റി ഫെബ്രുവരി 10 ഫോട്ടോ സഹിതം കാണിച്ചു തരാം. അതെന്തിനാണ് അത് ചെയ്തതെന്നും അന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, ശരി.